കർത്താവിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ നാം മരിക്കുമ്പോൾ അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാനായി എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 7 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ഇപ്പോൾ എല്ലാം വായിക്കുന്ന ആ വേദഭാഗത്ത് നിന്നാണ് നമുക്ക് സമയം ചിന്തിക്കുവാൻ വേണ്ടിയാക്കി. അതിന്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഒന്ന് വായിച്ച്, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. അടുത്തത് അതിന്റെ 9-ാം വാക്യമാണ്. അവർ വായിക്കുമ്പോൾ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിക്കണം, എന്നിട്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുക. അപ്പൊ ഏതാണ്ട് 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, അവരുടെ കൂട്ടാളികളാകരുത്. 2, കർത്താവിന് പ്രസാദകരമായത് എന്ന് പരിശോധിക്കണം. 3, വെളിച്ചത്തിലുള്ളവരായി നടക്കണം. 4-ാമത്തെ കാര്യം 14-ാം വാക്യമാണ്. അവിടെ വായിക്കുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. അവ 4 വിധ കാര്യങ്ങളാണ് നമുക്ക് ആ വേദഭാഗത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളായ നമുക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്തിൽ നൽകിയിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ, വേറെ ഒരുപാട് കാര്യങ്ങളായിട്ട് കൊണ്ടുപോയിട്ടെങ്കിലും നമുക്ക് ഒരു 4 കാര്യങ്ങൾ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവരുടെ കൂട്ടാളികളാകരുത്. ദൈവം പറയുകയാണ് കൂട്ടാളികളാകരുത്. ആമേൻ. അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ വായിക്കും ഭൂതത്വകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? അവരുടെ കൂട്ടാളികൾ ആകാൻ പാടില്ല. അടുത്തതാണ് നമ്മൾ 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവിന് പ്രസാദകരമായത് എന്ത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് പ്രസാദകരമായ കാര്യം എന്താണ്? അത് നമ്മൾ പരിശോധിക്കണം. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. ആമേൻ. നമുക്ക് പലപ്പോഴും പല ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ അത് കാര്യമല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതല്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന വിഷയം. പിന്നെയോ ദൈവഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. ആമേൻ. അതിനുള്ള വഴി എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആമേൻ, റോമാലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, മനസ്സ് പുതുക്കി നമ്മള് രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. അത് വായിച്ച് അവരുടെ ഭാഗം ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അച്ചിൽ വാർത്തെടുക്കപ്പെടുന്ന ഒരു വ്യക്തി ആകരുത് നമ്മൾ. ഹല്ലേലൂയ. ഇഷ്ടിക ചൂളയിൽ കടന്നു എന്നാൽ അവിടുത്തെ ഇഷ്ടിക എല്ലാം എടുത്തു വെച്ചു പറയാ ഒറ്റ അളവാണ്, അല്ലെ? ഒരേ അളവിലാണ് അത് പാത്രത്തിരിക്കുന്നത്. 2 വ്യത്യാസങ്ങൾ വരുന്നു. അതിന്റെ നീളവും വീതിയും ഉയരവും എല്ലാം ഒരേ അളവാണ്. ആ ഒരേ അച്ചിൽ വാർത്തെടുത്തതാണ്. സ്തോത്രം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരായി തീരരുത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള പ്രത്യേക താല്പര്യങ്ങൾ കടന്നു വരും. ഈ ലോകത്തിന് അനുരൂപരായി തീരുവാനുള്ള ആഗ്രഹം. സ്തോത്രം. പലരെയും നമുക്കറിയാം, ഒരു കാലത്ത് പെന്തക്കോസ്ത് വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി
ചിന്തിച്ചത്. സൗന്ദര്യ വർധനവിനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല. വിദ്യാഭ്യാസം പറഞ്ഞു ഒരുക്കമുള്ളവരെ ഒരുങ്ങിയിരിക്കുന്നവരെ ഒരുക്കാൻ. കല്യാണത്തിനൊക്കെ പോകുന്നവർക്കറിയാം, ഒരുങ്ങിയിരിക്കുക എങ്കിലും ഒന്നുകൂടെ ബാക്കിയുള്ളവരൊക്കെ വന്ന് ആ സാരിയുടെ ജോലിയൊക്കെ ഭംഗിയായി കൊണ്ടുവന്ന് പിടിച്ചിട്ട് പിന്നെ തലമുടിയൊക്കെ ഒന്നുകൂടെ റെഡിയാക്കി ഒരുക്കും. പക്ഷേ അല്ലെങ്കിൽ ഒരു മാന്യമായ ഒരുക്കമായിരുന്നു അന്നത്തെ ഒരുക്കം. മറ്റുള്ളവർ കണ്ടാൽ കഴിക്കാത്ത രീതിയിൽ ഒന്ന് ഒരുങ്ങി പോകുക. പക്ഷെ ഇന്നോ സ്തോത്രം ഇല്ലാത്ത കളറെല്ലാം നമ്മുടെ മുഖത്ത് നമ്മൾ വാരി ചേർക്കാൻ വേണ്ടിയാണ്. സ്തോത്രം നമ്മുടെ മുഖത്തിന്റെ കളറും നമ്മുടെ ചുണ്ടിന്റെ കളറും ഒക്കെ എന്നും ഉള്ളതാണ്. സ്തോത്രം ഈ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, ഞാൻ അത് പറയാനല്ല വന്നത്, ഒരിക്കലും സാഹിത്യ കാര്യം വന്നതുകൊണ്ടാണ് പറയുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സൗന്ദര്യം, ആ സൗന്ദര്യത്തിനേക്കാൾ വലിയ സൗന്ദര്യം ഇനി നമ്മൾ എത്ര കൂട്ടിയാലും വരാനും അതിൽ നമുക്ക് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ദൈവം എല്ലാവരെയും ഒരുപോലെ നിരക്കിട്ടില്ല കേട്ടോ. എല്ലാവരും വെളുത്തവരാണ്, എല്ലാവരും കറുത്തവരാണ്. ഈ കറുത്തവരെക്കാൾ മോശമാണ് കൂടി നമ്മൾ വെളുത്തവരെക്കാൾ മോശമാണ് കറുത്തവർ അല്ല. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. കറുത്തവരെക്കാൾ ഒത്തിരി വലിയവരല്ല, അല്ലെങ്കിൽ ശ്രേഷ്ഠനല്ല നാം വെളുത്തവരെന്ന എന്റെ ചിന്ത. ഇത് രണ്ടും ദൈവം നൽകിയ കളറാണ്. സ്തോത്രം രണ്ടിനും ദൈവസന്നിധി അതിന്റെ പ്രാധാന്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ലോകത്തിൽ ഒരു അംഗീകാരം ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ. സ്തോത്രം അതുകൊണ്ട് വെളുത്തവരെക്കാൾ ഒട്ടും കുറഞ്ഞവരല്ല കറുത്തവരെന്നുള്ള മനുഷ്യനാണ്. അതുപോലെ മറ്റവരത്ര കൂടിയവരല്ല, സമമാണ്. ഇപ്പൊ ദൈവം നമുക്ക് ഏത് നിറമെന്ന് കറുപ്പാണെന്ന് വെളുപ്പാണെന്ന് അതിനെക്കുറിച്ച് നമ്മള് ചിന്തിച്ച് അല്ലെങ്കിൽ ഞാൻ വെളുത്തു പോയല്ലോ എന്ന് വിചാരിച്ച് പ്രയാസപ്പെടണ്ട, ഞാൻ കറുത്തു പോയെന്ന് വിചാരിച്ച് പ്രയാസപ്പെടണ്ട. കാരണം ദൈവം നൽകിയ അവൻ കളറ. സ്തോത്രം ഒരിക്കലും ദേവദാസ പറഞ്ഞ കറുത്ത കളറ് ചോക്ലേറ്റ് കളറാണ്. ശരിയാ, നല്ല കളർ അല്ലേ? സ്തോത്രം അതിന്റെ കുഴപ്പം. അവൻ ഞാൻ പറഞ്ഞത് ദൈവം നമുക്ക് നൽകിയ സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം എന്നും അത് അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസം വരുന്നില്ല, വരാനും പാടില്ല. ഇനി അതിന് കുറെ മാറ്റു കൂട്ടാനും പോണ്ട, കുറയ്ക്കാനും പോകണ്ട. പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നുള്ളതിനെ യോഗ്യമായി നമ്മളൊന്ന് വസ്ത്രധാരണം ചെയ്ത് താല്പര്യപ്പെടുന്ന ജീവി റെഡിയാക്കി യോഗ്യമായ രീതിയിൽ പോകാൻ നല്ലത് തന്നെയാണ്. ഇവിടെ വീട്ടിലിരിക്കുന്ന പോലെ നാട്ടിലൊക്കെ ഇറക്കാം. അപ്പൊ അത് നല്ല കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്കുള്ള കളറും നമുക്കുള്ള സൗന്ദര്യവും എല്ലാം ദൈവം നൽകിയത്. അത് ദൈവം നമുക്ക് നൽകിയതിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു കല്യാണത്തിന് പോയി സംബന്ധിച്ചു. എനിക്ക് വളരെ സന്തോഷം. അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം സ്തോത്രം. അതിന്റെ കല്യാണത്തിന് ഞങ്ങളുടെ സമയത്ത് അതിന്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടതല്ല, മക്കളമാർക്കല്ല, അമ്മ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം ഈ രണ്ട് പെൺകൊച്ചുകളുണ്ടായിരുന്നു, അവരും രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ. സ്തോത്രം അമ്മയുടെ ആഭരണം കൂടാൻ അമ്മയെ സമ്മതിക്കുകയില്ല. ആ ഊരിപ്പോയേക്ക് അവരെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പുള്ളിക്കാരി ആ ചെറിയൊരു പിന്നെ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. സ്തോത്രം പറഞ്ഞാൽ അവരുടെ ഇഷ്ടമല്ല, ഭർത്താവ് സമ്മതിക്കുകയില്ല. അത് ഊരിപ്പോയെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ പെൺകൊച്ച് ചെറുപ്പത്തിലെ പറഞ്ഞ് എനിക്കൊന്നും വേണ്ട. അപ്പോൾ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, എന്നാ പറഞ്ഞാലും ശരി തന്നെ ഞാൻ ഇടുകയില്ല എന്ന് പറഞ്ഞ് അവർ ഉപേക്ഷിച്ചു.
കല്യാണത്തിന് അവിടെ വിടാറുണ്ട് മാന്യമായ രീതിയിൽ ഒരുങ്ങി. ഞാൻ പറഞ്ഞു വന്നത് ഈ പെൺകൊച്ച് ഒരുങ്ങി വന്നത് ഞാൻ യോഗ്യമായ ഒരു നല്ല ഡ്രസ്സിങ്, മുഖത്ത് ആവശ്യമില്ലാതെ ഒന്നും വാരി തേച്ചിട്ടില്ല, ചുണ്ടൊന്നും ചോപ്പിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൾക്ക് നല്ല സൗകര്യമുള്ള കൊച്ചാണ്. ഹല്ലേലൂയ. അവൻ സാധാരണ വെള്ളയൊന്നും ഇങ്ങനെ ഇട്ടുകൊണ്ടുവരുന്ന ഒരു രീതി അവരുടെ ജീവിതം നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഇല്ലല്ലോ. ആ പെൺകൊച്ച് വെള്ള സാരി വെള്ള ബ്ലൗസ് ഒക്കെ ഇട്ടുണ്ടാവും. വളരെ നന്നായിരുന്നു. കഥ ഞാൻ പറഞ്ഞത് എത്ര മാതൃകാപരമായിരിക്കുന്ന കാര്യം അല്ലേ? അപ്പൊ അത് ഒരുങ്ങി വന്നു. യോഗ്യമായ ഒരുക്കം അതെപ്പോഴും ആവശ്യം. അത് പറയാൻ ഞാൻ പറഞ്ഞത് യോഗ്യമായ ഒരുക്കം അത്യാവശ്യമാണ്. പക്ഷെ ആവശ്യമില്ലാത്ത ഒരുക്കങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പൊ ഈ ആഡംബരങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തത്? ഈ സ്വർണ്ണമെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ് അതൊന്നും വേണ്ട എന്ന് വെച്ച് അവൻ പറഞ്ഞില്ല. പക്ഷേ ഇന്ന് അതിനേക്കാൾ വലിയ ഒരുക്കങ്ങളാണ് നമ്മുടെ ആളുകളുടെ പലപ്പോഴും കാണുന്നത്. നമുക്ക് ആ യോഗ്യമായ കാര്യമല്ലെന്നാ എന്റെ ചിന്താഗതി. അവർ കല്യാണം ഒന്നല്ല ഉള്ളത്. ശരിയാണ്, ഒത്തിരി കല്യാണം ദൈവം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വിവാഹമേ ഉള്ളൂ. അവൻ ദൈവം നൽകിയ കൂട്ടാളി അവൻ നമ്മുടെ ആയുഷിന്റെ അവസാനം വരെ കൂടെ ഇരിക്കണം. ദൈവം അനുഗ്രഹിച്ച് നൽകണം. അതുകൊണ്ട് വിവാഹം ഒന്നേ ഉള്ളൂ. ഇനിയും വേറെ ദിവസം വിവാഹം കഴിച്ച് ഒരുങ്ങാനൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് ഒറ്റ വിവാഹമേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് അടിച്ചു പൊളിക്കുക. ഇതാണ് നമ്മൾ പെന്തക്കോസ്തുകാർ ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. സമുദായക്കാരെയുന്ന കാര്യമല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചില അപൂർവരമ്പകളുണ്ട്. അതൊന്നും നമ്മൾ ലംഘിച്ചു പോകാൻ ഇടയായിത്തീരുന്നു. അതൊന്നും ലംഘിച്ചു എത്തിയിരുന്നത്. ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളും ദൈവത്തിന്റെ ദാനമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ട് പോലും പോകാൻ സാധ്യമല്ല. പോകരുതെന്നാണ് എന്റെ അറിയുന്നത്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അഭിപ്രായത്തിൽ യോജിച്ചപ്പോഴെന്നില്ല. അവനവൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും ആർക്കും മാറ്റിക്കളയാൻ കഴിയത്തില്ല. പക്ഷേ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ എടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് എപ്പോഴും മറ്റുള്ളവരിൽ ഒരു മാന്യമായ പോകട്ടെ. ഞാൻ ആ വിഷയത്തിൽ ഞാൻ വിടുകയില്ല. അവിടെ വായിക്കുന്നത് അവൻ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുന്നത് ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന് അവൻ നമ്മുടെ മനസ്സൊന്ന് പുതുക്കി രൂപാന്തരപ്പെടണം. അയോഗ്യമായ ഒന്നും നമുക്ക് വേണം. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇത് വേണം നമ്മൾ പരിശോധിച്ചു നോക്കുവാൻ. നമുക്ക് വരയുടെ വാക്യങ്ങൾ വായിക്കുന്നത്, വരയുടെ വാക്യം ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളണം. ദൈവഹിതം എന്താണ് നമ്മൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് നമുക്കൊത്തിരി ഇഷ്ടങ്ങളുണ്ട്, നമുക്കൊത്തിരി താല്പര്യങ്ങളുണ്ട്. പക്ഷെ ആ താല്പര്യങ്ങളെല്ലാം അതിന്റെ നില മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ഇന്ത്യൻ മിലിറ്ററിയിലൊക്കെ ചേരുന്ന ആളുകൾ നമുക്കറിയാം, അവർക്ക് ചില ഒരുപാട് താല്പര്യങ്ങളില്ല. പക്ഷേ അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു നിയമം വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ തലമുടിയോട് വളർത്തിക്കണമെന്ന് ഒരു പട്ടാളക്കാരൻ വിചാരിച്ച പരിപാടി നടക്കുക വെച്ചാൽ നടക്കത്തില്ല. അത് നടക്കത്തില്ല. കാര്യം എന്താ? അവൻ എന്ത് ചെയ്യണം? സമ്പർക്കം, നമ്മുടെ നാട്ടിൽ സമ്പർക്കത്തിൽ ചെയ്യണം. ജീവിച്ച് വരത്തുള്ളൂ. അല്ലേ? അവൻ തലമുടി നീട്ടി വളർന്നോട്ടെ എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. അവര് പറയും, നീ വീട്ടിൽ പോയിരുന്നു, ഇതിനകത്ത് നിൽക്കണമെങ്കിൽ നിന്റെ കൂടി മറ്റേ വെട്ടി എടുത്തു. അത് അവരുടെ ചിട്ടയാണ്.
ഇന്ത്യൻ ഫോഴ്സിൽപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്. അതനുസരിച്ചു പോയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ജനത്തിനും ദൈവം ചില പ്രത്യേക നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ അതിൽ ലംഘിച്ചു പോയാൽ അത് ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. ക്രിസ്തീയ സഭയ്ക്ക് ദൈവം ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പാലിച്ചു പോയെങ്കിലേ മതിയാകരുത്, എന്നാലേ നമുക്കിത് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. വചനമല്ലേ പറയുന്നത്, യേശു ക്രിസ്തു അറിയും ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരവുമാണ്. ഹല്ലേലൂയ. അപ്പൊ ശരീരമാകുന്ന ക്രിസ്തുവൻ ദൈവത്തിന്റെ സഭ തലയാകുന്ന ക്രിസ്തുവിനോട് യോജിച്ചു നിൽക്കണമെങ്കിൽ ആ തലയ്ക്ക് യോഗ്യമായ ശരീരമായിരിക്കണം. ആ തലയ്ക്ക് യോഗ്യമായ ശരീരമായിരിക്കണം. ഹല്ലേലൂയ. ഓക്കേ, നമ്മുടെ ശരീരത്തില് അവൻ നല്ല ശരീരമാണ്, തലയ്ക്ക് യോഗ്യമായ ശരീരമാണ്. നമ്മൾ കുറെ നാൾ ഇങ്ങനെ ആ ശരീരവുമായി ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അവൻ ആവശ്യമില്ലാത്ത ഒരു വളർച്ച ഉണ്ടായിരിക്കുന്നത്, ഒരു മുഴ ഉണ്ടായിരിക്കും. നമ്മൾ വെച്ചോടക്കും ഇല്ല, കൊണ്ടൊക്കെ ആശുപത്രി കൂടെ കാണിച്ചിട്ട് അവൻ അത് കത്തിയെടുക്കും, കീറിയെടുത്ത് അതിനകത്തെ ചവലെടുത്ത് കളഞ്ഞ് അവിടെ വൃത്തിയാണ്. എന്താ കാര്യം? നമുക്കത് യോഗ്യമല്ല, നമ്മുടെ ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കും. ഡോക്ടർ പറയും കീറിയെടുത്ത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കീറിയെടുത്ത് അങ്ങ് കളയും. ആ മുഴയൊക്കെ മാറും. സ്തോത്രം. ദൈവമക്കളെ, അതുപോലെ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന നമ്മൾ, ഹല്ലേലൂയ, ആ തലയ്ക്ക് യോഗ്യമായിരിക്കുന്ന, ആ തലയ്ക്ക് ഇഷ്ടമായിരിക്കുന്ന ശരീരമായിരിക്കുവാനാ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതിനകത്ത് സൗന്ദര്യത്തിന്റെ കൂടുതൽ കുറവുമില്ല, ആരോഗ്യത്തിന്റെ കൂടുതൽ കുറച്ചൊന്നുമില്ല. ഇതിനകത്ത് ദൈവം വെക്കുന്നത് വിശുദ്ധിയുടെ മാനദണ്ഡമാണ്. കർത്താവ് സ്തോത്രം. ദൈവം പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ഉള്ള വിശുദ്ധിയുടെ മാനദണ്ഡമാ ദൈവത്തിനകത്ത് വെച്ചിരിക്കുന്ന. അല്ലാതെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ, ഹല്ലേലൂയ, ആ മൂക്ക് പതിങ്ങിയവനെന്നോ മൂക്ക് നീണ്ടവനെന്നോ ഒന്നും അതിനകത്ത് വിഷയമില്ല. അതൊന്നും അല്ല ദൈവം നോക്കുന്ന. മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകൾ വിശുദ്ധി ഇതാ ദൈവം നോക്കുന്നത്. ആ ശരീരത്തോട് യോജിച്ചിരിക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ മറ്റൊരു വിഷയമാണ്. നോക്കുക, ഇവിടെ നമ്മൾ വായിച്ചത് കർത്താവിന് പ്രസാദകരമായിരിക്കുന്ന കാര്യം എന്തെന്ന് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കാനുള്ള വഴി നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ കാണും, താല്പര്യങ്ങൾ കാണും. പക്ഷെ ആ താല്പര്യങ്ങളെല്ലാം വെച്ചു നിർത്തിക്കൊണ്ട് കർത്താവിന്റെ പിന്നാലെ നടക്കാൻ നോക്കി. കർത്താവ് പറഞ്ഞു, ഒരുത്തനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് അവൻ തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. യേശുവിന്റെ ക്രൂശല്ല, അവനവന് ദൈവത്തിന്റെ ക്രൂശുകൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ യാതൊരു എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. അതെടുക്കാനുള്ള ശക്തിയൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, അല്ലേ? ദൈവം ഏത് ക്രൂശ് നമുക്ക് നൽകിയാലും അതെടുക്കാനുള്ള ശക്തിയെ കൂടെ കർത്താവ് നൽകിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും കഥ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഒരുപാട് നാളുകൾക്ക് മുമ്പ് കേട്ടൊരു കഥയാണ്. ഒരു ദൈവദാസനെ തന്റെ ജീവിതത്തിൽ ഒത്തിരി ക്ലേശങ്ങൾ കിടന്നു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ, അവൻ ഈ ക്രൂശ് ഒന്ന് മാറ്റിക്കണം, ഈ കർത്തവ്യം ഒന്ന് മാറ്റിക്കണം. സ്തോത്രം. അവൻ ഒരുപാട് നല്ല മനുഷ്യനാണ്, പരമാർത്ഥ ഹൃദയമുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന്റെ ദർശനം ചെയ്തു. ഒരുപാട് ക്രൂശ് അതിനകത്ത് വെള്ളത്തിൽ ഇട്ടിരിക്കുക. ദൈവം നിനക്ക് ഇഷ്ടമുള്ള ക്രൂശങ്ങൾ നിന്റെ ചാൻസ് ഉണ്ട്, നിന്റെ ഇടത്തിൽ വിട്ടിരിക്കുക, നിനക്ക് ഇഷ്ടമുള്ള അദ്ദേഹം ഒരു ക്രൂശ് എടുത്ത് വെച്ചത് ഭയങ്കര ഭാരം ഇതുകൊണ്ട് നടക്കാൻ.
വെച്ചോളെ അവയെ അത് അതിനേക്കാൾ ബുദ്ധിമുട്ട് എല്ലാം ഒരുപാട് ക്രൂശികൾ അദ്ദേഹം തുറന്നു വെച്ചു അവൻ ഒടുക്കം തിരങ്ങി വന്ന ഒരു ക്രൂശ് എടുത്ത് അവൻ അദ്ദേഹത്തെ തോളത്ത് വെച്ചിട്ട് പറഞ്ഞു, കർത്താവ് ഇത് കുഴപ്പമില്ല, എനിക്കിത് കൊണ്ട് പോകാൻ പറ്റും. തിരിഞ്ഞ് കർത്താവ് ഈ ക്രൂശ് ഏതാ നോക്ക്, അത് നോക്കിയോടെ അവൻ നേരത്തെ ചുമന്നുകൊണ്ട ക്രൂശ് തന്നെ. നേരത്തെ അവൻ ചുമന്നുകൊണ്ട ക്രൂശ് തന്നെ. ഒരുപാട് പേരെ ഒത്തിരി ക്രൂശുകൾ ഉണ്ടായിരുന്നു. എല്ലാം അവിടുന്ന് പരീക്ഷിച്ചു നോക്കി, അവരെ തോളത്ത് വെച്ച് നോക്കി, ഇതുകൊണ്ട് നടക്കാനൊക്കെ, പക്ഷേ അതുകൊണ്ടൊന്നും അവൻ നടക്കാനൊക്കെയില്ല. അപ്പൊ ഇരുപത്തത്തില്ല പറഞ്ഞ് മാറ്റി കിട്ടു. ഹല്ലേലൂയ. അവസാനം ഒരു ക്രൂശെടുത്ത് വെച്ചപ്പോൾ ഇത് കുഴപ്പമില്ല കർത്താവ്, ഇതുകൊണ്ട് നടക്കാം. കർത്താവ് പറഞ്ഞ നീ ആ നോക്ക്, ഇത് നീ നേരത്തെ ചുമന്നോടുള്ള ക്രൂശ് തന്നെയാ. ഹല്ലേലൂയ. എന്നുള്ള കർത്താവ് എന്താ പറഞ്ഞറിയാമോ? നിനക്ക് കൊണ്ട് നടക്കേണ്ട ക്രൂശേ ദൈവം നൽകിയിട്ടുള്ളൂ. അത് മാറ്റിയിട്ട് മറ്റൊന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇന്നാളുടെ ക്രൂശ് ഞാൻ ചുമന്നോട് നടന്നോളാമെന്ന് പറഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് നടക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുകയില്ല. നമുക്ക് എടുക്കാവുന്ന ക്രൂശ് ദൈവം നൽകിയിട്ടുള്ളൂ. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് പരീക്ഷയോടുകൂടെ നീക്കുപോക്കുകൾ നൽകുവാൻ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഹിതം അത് തിരിച്ചറിയണം. സ്തോത്രം. ദൈവത്തിന്റെ പ്രസാദകരമായ കാര്യങ്ങൾ എന്താണ്? സ്തോത്രം. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രസാദമുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയാറുണ്ട്. ദൈവം പറയുന്നത് എനിക്ക് പ്രസാദമുള്ള കാര്യങ്ങൾ പറയുന്നു. അത് വേണം നമ്മൾ ചെയ്യാൻ. വിശ്വാസം ദൈവത്തിന് പ്രസാദകരമായ അല്ലേ? ഹല്ലേലൂയ. എബ്രായരുടെ 6-ാം വാക്യം വായിക്കുന്നത് എന്താണ്? കർത്താവ് സ്തോത്രം. അവിടെ വായിക്കുന്ന വിശ്വാസം ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന കാര്യമാണ്. അത് വായിച്ച എബ്രായർ 15-ാം വാക്യം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസം വേണം. ഹല്ലേലൂയ. നമ്മളെല്ലാം വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവർ, പക്ഷേ കാര്യമായ കാര്യത്തോട് വരുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മള് പറയും വിശ്വാസം എന്നൊക്കെ പറയും, പക്ഷേ തക്ക സമയം വരുന്നത് ഈ വിശ്വാസം നമ്മൾ കളഞ്ഞേച്ച് അവൻ നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി. സ്തോത്രം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. അടുത്തത് വ്യവസ്ഥ പ്രകാരമുള്ള ആരാധന. ഒരിക്കൽ ആദ്യ മാതാപിതാക്കന്മാർക്ക് ജനിച്ച കായീനും കാബേലുമായിട്ട് ആരാധനയ്ക്കായി ഒടുക്കം ഹാബേല് ആട്ടുകൂട്ടത്തിൽ ഒന്നേ എടുത്തുകൊണ്ട് ദൈവത്തിന് യാഗം കഴിച്ചു. കയ്യിൽ തന്റെ കൃഷിഫലത്തിൽ നിന്ന് കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം കഴിച്ചു. കർത്താവ് സ്തോത്രം. ഈ യാഗമൊക്കെ കഴിഞ്ഞു. പണ്ട് നമ്മൾ പഠിച്ചിട്ട് എന്റെ സന്ദർഭങ്ങളെ കുറിച്ചുടനെ എന്റെ ശിശുവിലാ പോകും പഠിപ്പിച്ചുടനെ എന്റെ അധ്യാപകൻ പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി അതല്ല ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ കായീൻ യാഗം കഴിക്കാൻ കഴിയുന്നത് അവന്റെ കൃഷിഫലത്തിൽ നിന്നാണ്. എലി കടിച്ചതും പന്നി ബാധിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുട്ടിയെന്നിട്ടാണ് കർത്താവ് സാധിക്കാൻ. അങ്ങനെ ഒന്നും വായിക്കുന്നില്ല. കയ്യിൽ കുട്ടിയുന്നത് അദ്ദേഹത്തെ ഏറ്റവും മേൽത്തരമായി. സ്തോത്രം. എന്തായാലും അധ്യാപനം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ഈ എലി കടിച്ചതും ദൂരം ഒക്കെയുള്ള ഒക്കെയായി ഗുരുത്തൊക്കെയായി അതുകൊണ്ട് അധികം പ്രസാദിക്കാൻ അതൊന്നുമല്ല. വിശ്വാസത്താൽ ആബേൽ കൈയിലും ഉത്തമമായി യാഗം കഴിച്ചു എന്നാണ്. വിശ്വാസത്താൽ ദൈവവുമായുള്ള വിശ്വാസത്തിന്റെ വിഷയത്തിലാണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ചിലര് അവനെ കുറിച്ച് പറയാറുണ്ട്, രക്തം ചുരുങ്ങിയിട്ടുള്ള ഒരു യാഗത്തിൽ പ്രസാദിക്കത്തുള്ളൂ, ആണിനെ യാഗം കഴിക്കാൻ എന്നുള്ളത്. അത് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ അതിനൊക്കെ എത്രയോ കാലം കഴിക്കാൻ ദൈവം വ്യവസ്ഥ വെച്ചത്. ഹല്ലേലൂയ. ഈ കയ്യിന്റെയും ഹാബേലിന്റെയും ഒക്കെ യാഗം
ആ പ്രമാണമില്ലാത്തത് കൊണ്ട് എന്റെ വിശ്വാസം അതാണ്, അതിനുമല്ല ദൈവം പ്രസാദിക്കാതിരുന്നത്. എന്ന് പറഞ്ഞാൽ ആടിനെ യാഗം കഴിക്കണമെന്നുള്ളത് അത് ദൈവം വെച്ച പ്രമാണമല്ല, അതിന് ശേഷമുള്ള പ്രമാണമാണ്. ദൈവ ന്യായ പ്രമാണത്തിലാണ് ആ വ്യവസ്ഥ വെച്ചത്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷേ അതും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആദിമ യൗവനക്കാരൻ കയ്യിൽ ഭാവയിലും യാഗം കഴിക്കാൻ വേണ്ടി പോയി. അവരുടെ കൃഷിഫലത്തിൽ നിന്ന് മേൽത്തരമായി തന്നെയാണ് കയ്യിൽ യാഗം കഴിക്കുവാൻ വേണ്ടി പോയത്. അവന്റെ ആട്ടിൻകൂട്ടത്തില് ഏറ്റവും നല്ലതിനെ കൊണ്ടാണ് യാഗം കഴിക്കാൻ വേണ്ടി പോയത്. പക്ഷേ എബ്രായ ലേഖനം പറയുന്നത് ഹാബേൽ കയീന്റേതിൽ വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചത്. പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവൻ ദൈവത്തിന് പ്രസാദകരമല്ലാതെ വന്നതിന്റെ കാരണം അവൻ ദൈവത്തിന് യാഗം കഴിക്കുമ്പോഴും ദൈവത്തിന് വിശ്വാസമില്ലായിരുന്നു. നല്ല മനസ്സോടുള്ള ഒരു യാഗമായിരുന്നില്ല. നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ ദൈവം പറയുന്നത് എന്താണ്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നോട് പ്രസാദം ഉണ്ടാകത്തില്ലേ? എന്നിട്ട് പറയുകയാണ്, നീ നന്മ ചെയ്യുന്നില്ലയോ, പാപത്തിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അവനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. പറഞ്ഞിട്ടില്ലെങ്കിലും അതല്ലേ എന്റെ അർത്ഥം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ ദൈവസന്നിധി കടന്നു വരുമ്പോ പരമാർത്ഥ ഹൃദയത്തോടുള്ള ഒരു യാഗം. പഴയ ദൈവത്തിന്റെ യാഗമായിരുന്നു. എന്നാൽ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോ അങ്ങനെയുള്ള യാഗമല്ല നമുക്കറിയാം. കർത്താവ് പുസ്തകം നിർത്തുകയാണ്. ദൈവത്തിൽ കടന്നു വരുമ്പോ അങ്ങനെയുള്ള ഒരു യാഗമല്ല, പിന്നെ സ്തോത്രയാഗം. ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന് മഹത്വം കരയറ്റുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തത് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഒരു നല്ല പരമാർത്ഥ ഹൃദയം, ദൈവസന്നിധിയിൽ ഒരു നിഷ്കളങ്ക മനോഭാവം, ഇതൊക്കെയാണ് അവൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിശ്വാസം ദൈവത്തിന് പ്രസാദകരമാണ്. 2, വ്യവസ്ഥ പ്രകാരമുള്ള ആരാധന ദൈവത്തിന് പ്രസാദകരമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13-16 വായിക്കുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മയെ ആദരിപ്പാനും മറക്കരുത്, ഇതിനാൽ ദൈവത്തിന് ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മയെ ആദരിപ്പാനും നമ്മൾ മറക്കരുത്. നന്മയും കൂട്ടായ്മയൊക്കെ ഞാൻ വിശദീകരിക്കേണ്ട, പക്ഷേ ഇപ്പോൾ ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല. മറ്റൊരു ഭാഗത്തും പറയും, നിങ്ങളുടെ ശുദ്ധീകരണം ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന കാര്യമാണ്. ഇനി ഇവിടെ നിങ്ങൾ സ്നാനപ്പെട്ടവരാണെങ്കിലും അത് പറയേണ്ട കാര്യമില്ലെങ്കിലും യേശു കർത്താവ് സ്നാനപ്പെട്ട് കയറിയപ്പോൾ എന്താ പറഞ്ഞ്, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ സ്നാനം ദൈവത്തിന് പ്രസാദകരമാണ്. ഇവിടെ ഇപ്പൊ അതിന്റെ ഉപദേശമില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അല്ലേ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതുപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. അതിനാണ് ദൈവം നമുക്ക് ഈ പ്രമാണം നൽകിയിരിക്കുന്നത്. അല്ലെ, ഈ വിശുദ്ധ വേദപുസ്തകം നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് അന്വേഷിച്ചു വായിക്കുകയും അവയിലൊന്നും ഇല്ലാതെ പോകുകയില്ല. യഹോവയുടെ പുസ്തകത്തിൽ അതെ അന്വേഷിച്ചു വായിക്കുക, അതിലൊന്നുമില്ലാതെ പോകത്തില്ല. അപ്പൊ യഹോവയുടെ പുസ്തകമാണ് ഈ തിരുവെഴുത്ത് എന്ന് പറയുന്നത്. ഈ തിരുവെഴുത്തിൽ എന്ന് പറയുന്നു അതനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, അവനെ സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിൽ പോകുവാനുള്ളതായ കാര്യം അതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഒന്നത്തെ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവൻ നാളെ നമുക്ക് കോന്നിയാവലിയിലെ WC മീറ്റ് ചെയ്യുന്നു. എല്ലാ സഹോദരിമാരും അതിൽ പോയി സംബന്ധിക്കും. WC സഹോദരിമാരുടെ മീറ്റിംഗ് ആണ്, നിങ്ങൾക്കറിയാം. എല്ലാവരും